ദിയാനെ കൊണ്ട് ഞങ്ങൾ ദിയ ബേക്കേഴ്സിലാണ് കഴിക്കാൻ വന്നിരിക്കുന്നത് ഗൈസ്. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും സുഖമാണോ? ഞാൻ ഇവിടെ സുഖമാണ്. ഇന്ന് ഞായറാഴ്ച ജൂൺ 21. ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് ഫോൺ എടുത്ത് നോക്കിയപ്പോൾ എല്ലാവരും ഇട്ടേക്കുന്നതാ ഹാപ്പി ഫാദേഴ്സ് ഡേ. ഞാൻ ചുമ്മാ ഇരിക്കുമോ, അപ്പോഴേ എൻ്റെ അച്ഛൻ്റെ ഫോട്ടോ എടുത്ത് ഞാനും ഇട്ട് കേട്ടെ ഹാപ്പി ഫാദേഴ്സ് ഡേ. പിന്നെ ഞങ്ങളൊരു ചൂട് പഴംപൊരിയും ചൂട് ചായയും കുടിച്ച് അവിടെ നിന്ന് ഞങ്ങൾ നേരെ വാഗമൺ എന്തിനാണെന്നല്ലേ, എൻ്റെ അമ്മയുടെ ചേച്ചിയുടെ വീട്ടിലേക്ക് പോവാണേ. ലീവല്ലേ, അപ്പോൾ ഒന്ന് പോയതാട്ടോ. വാഗമൺ റൂട്ട് നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. പൊതുവേ വാഗമൺ ഒരു ടൂറിസ്റ്റ് പ്ലേസ് ആയതുകൊണ്ട്. പിന്നെ അവിടെ കഴിച്ചിട്ട് ഞാൻ റംബൂട്ടാനൊക്കെ വാങ്ങിച്ചിട്ട് അവിടെ നേരെ ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ചു കേട്ടോ. ഞാൻ എൻ്റെ അച്ഛനോട് പറഞ്ഞതാ എന്നെ സിപ്പ് ലൈനിൽ കയറ്റണം, ഒരു 100 മീറ്ററേലും കാണുക സിപ്പ് ലൈൻ. എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. തിരിച്ചു വന്നപ്പോൾ താണ്ടാട കിടക്കുന്നു മഴ, അതുകൊണ്ട് എന്നെ കയറ്റിയില്ല. പക്ഷെ എനിക്ക് ഐസ്ക്രീം കിട്ടി, അത് മതി ഐസ്. പിന്നെ നല്ല തണുപ്പായതുകൊണ്ട് ഞങ്ങളൊരു കടയിൽ കയറിയപ്പോൾ തൊപ്പി കിട്ടിയേ. അപ്പോൾ ആ തൊപ്പിയാണ് ഇതേ കാണുന്നത്. അത് കഴിഞ്ഞ് നേരെ എൻ്റെ അപ്പച്ചയുടെ വീട്ടിൽ. അപ്പച്ചെന്ന് പറയുമ്പോൾ എൻ്റെ അമ്മയുടെ അച്ഛൻ്റെ അനിയൻ. അപ്പോൾ അവരുടെ വീട്ടിലേക്ക് പോവാട്ടോ. അവിടെ പോയപ്പോഴത്തേക്കും ഞങ്ങളുടെ പുറകെ ഒരു പട്ടി ഗായ്സ്. ഞങ്ങളാണെ പേടിച്ചു പോയി. അമ്മയുടെ പുറകിലേക്ക് ഒറ്റ ഓട്ടം. ഇതേ വരുന്നത് കണ്ടോ, ഒരു വെള്ളക്കുടുക്ക പുറകെ. അവിടെ ഞങ്ങളൊന്ന് പേടിച്ചു പോയി, എങ്കിലും ആ പാവമായിരുന്നു കേട്ടോ. കണ്ടോ എന്നാ ലക്ക, ആരൊക്കെ ഉണ്ട്. പിന്നെ അവിടെ പോയപ്പോഴത്തേക്കും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഭാഗമാണ് ഈ ഒരു ചെടിയൊക്കെ വളർത്തി വെച്ചിരിക്കുന്നത്. അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഓർത്ത് ആൾ കാണത്തില്ല, പക്ഷെ ആളുണ്ട്. ഇവനാണ് അമ്മയുടെ പുറകെ പേടിച്ചോടി വന്നത്. പിന്നെ അവിടെ പോയപ്പോൾ ഫാഷൻ ഫ്രൂട്ട് കിടക്കുന്നു ഗൈസ്, പക്ഷെ അത് വിളഞ്ഞിട്ടില്ലായിരുന്നു. ഇല്ലേ പറിച്ചേനെ ഗൈസ്. ഇത് പിന്നെ കപ്പ ഉണ്ടായിരുന്നു കേട്ടോ. എൻ്റെ വെള്ളിയാഴ്ച പിന്നെ കപ്പയൊക്കെ തന്നെ. അപ്പം ഇനി തിങ്കളാഴ്ചത്തേക്ക് കപ്പയായല്ലോ. പിന്നെ എൻ്റെ വെല്ലമ്മച്ച് വന്ന് പേരക്കയൊക്കെ വെട്ടി തന്നു കേട്ടോ. കുറേ കപ്പയുണ്ടായിരുന്നു. എങ്കിലും ഞങ്ങളൊരു 4 പീസ് എടുത്തിട്ട് ഞങ്ങൾ വീട്ടിലേക്ക് പോയിട്ടോ. അവിടെ കുറേ ഉണ്ടായിരുന്നു. കപ്പ ഉണ്ടായിരുന്നു, കരിവേപ്പില ഉണ്ടായിരുന്നു, പേരക്ക ഉണ്ടായിരുന്നു, ഇതന്നെ ഇഞ്ചി ഉണ്ടായിരുന്നു, പഴം ഉണ്ടായിരുന്നു. അങ്ങനെ ഭയങ്കര കുറേ സാധനങ്ങളുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഇഞ്ചിയും പറിച്ച് ഒരു ചാക്ക് സാധനമായിട്ടായിട്ട് ഞങ്ങൾ വീട്ടിലേക്ക് പോയത്. അപ്പോഴത്തേക്കും ഞങ്ങൾ വരുന്ന വഴിക്ക് അവിടെ ഞാവൽപ്പഴം കണ്ടായിരുന്നേ. അപ്പം ഞാൻ അപ്പോഴേ പറഞ്ഞു ഞാവൽപ്പഴം എനിക്ക് വേണമെന്ന്. കാരണം ഞാൻ ഇതുവരെ ഞാവൽപ്പഴം കഴിച്ചിട്ടില്ലേ. ഞങ്ങൾ പോകാറായപ്പോഴാണ് അപ്പച്ച വീണ്ടും വന്ന് പറയുന്നത് വഴുതനങ്ങയുണ്ട്, അതും കൂടെ കൊണ്ടുവെക്കാളെ. പിന്നെ ആ ഒരു ചക്ക് സാധനമായിട്ട് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോകുന്ന വഴിക്ക് ഞാവൽപ്പഴത്തിൻ്റെ അവിടെ നിർത്തിപ്പിച്ചിട്ട് നാവൽപ്പഴമൊക്കെ പറപ്പിച്ചു ഗൈസ്. എന്നിട്ട് വലിയ ടേസ്റ്റ് ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഇല്ല. ഒരു പുളിയും മധുരവും ഒരു ചവർപ്പായിരുന്നു കേട്ടോ. കൂടുതൽ മധുരം ഒത്തിരി ഇല്ലായിരുന്നു. അത്യാവശ്യം ചെറിയ പുളിയും ചവർപ്പൊക്കെ ആയിരുന്നു കേട്ടോ. ആ ടേസ്റ്റ് കിട്ടിയ സമാധാനത്തിൽ ഞങ്ങൾ നേരെ വീട്ടിലേക്ക് ഇതിപ്പോൾ നാവൽപ്പഴം കഴിച്ചിട്ടുള്ളവർ ഒന്ന് കമൻറ്റും കൂടെ ചെയ്തേക്ക് കേട്ടോ. അപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. ടാറ്റാ. മറക്കാതെ ഫേസ്ബുക്ക് യൂട്യൂബും കൂടെ ഫോളോ ചെയ്യട്ടോ. ടാറ്റാ, ബൈ ബൈ ഫ്രം DD സിസ്റ്റേഴ്സ് വെള്ളാരങ്ങുന്ന്. പാട്ട് പാടി ഇനി വീട്ടിലേക്ക് പോവാം.